നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് 3 ബസ്സുകൾക്ക് കേടുപാട് പറ്റി. കായിക പരിശീലനത്തിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി കാരുണ്യോത്സവത്തിലെ സാംസ്കാരിക സന്ധ്യ മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ തുടരുന്നു. തകർന്നു കിടക്കുന്ന പെരിങ്ങോട്ടുകര അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന 3 ബസ്സുകൾക്ക് സാരമായ കേടുപാട് പറ്റി. ബസ്സുകളുടെ ആക്സിൽ ഒടിഞ്ഞതുകൂടാതെ ടയറുകൾ ഘടിപ്പിക്കുന്ന യന്ത്രഭാഗങ്ങളും കുഴിയിൽ വീണ് തകർന്നു. ഇട്ടുമ്മൽ, മൂകാംബിക, എടക്കളത്തൂർ എന്നീ ബസ്സുകളാണ് തിങ്കളാഴ്ച രാവിലെ പെരിങ്ങോട്ടുകര അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് വഴിയിൽ കിടന്നത്. ഇതുമൂലം നിരവധി യാത്രക്കാരും പെരുമഴയത്ത് വഴിയിൽ കുടുങ്ങി. കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച് 6 വർഷത്തിലേറെ തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാതെ അശാസ്ത്രീയ നിർമ്മാണം മൂലം നിരവധി തവണയാണ് ഈ റോഡ് പൊളിച്ച് പൈപ്പിട്ടത്. റോഡിലെടുത്ത കുഴികൾ മാസങ്ങളോളം അതേപടി കിടന്ന് ജനരോഷം രൂക്ഷമാകുമ്പോൾ പാറപ്പൊടിയും കരിങ്കൽ ചീളുകളും കൊണ്ടിട്ട് ഒട്ടയടയ്ക്കുന്നതാണ് ഇവിടെ പതിവായി നടന്നു വരുന്നത്. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്റർ മുതൽ അന്തിക്കാട് വരെ പലയിടത്തും കാൽനട പോലും ദുസ്സഹമാണ്. ഈ വഴിയിലൂടെ ബസ്സുകളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ഏറെ പണിപ്പെട്ടാണ്. രാവും പകലും കഷ്ടപ്പെട്ട വാഹനം ഓടിച്ചു കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ചെലവാക്കേണ്ടി വരുന്നു. മഴ ശക്തമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായപ്പോൾ റോഡ് പുനരുദ്ധാരണം നടത്താൻ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ മുൻകൈയെടുക്കാത്തതിനെതിരെ ജനരോഷം ശക്തമാണ്. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാരുണ്യോത്സവം സാംസ്കാരിക സന്ധ്യ മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇക്വാളിറ്റി, തുല്യത, എല്ലാവർക്കും തുല്യ അവകാശം കിട്ടുന്നു. തുല്യ അവകാശം കിട്ടുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. തുല്യ അവകാശം കിട്ടുന്നത് ഇപ്പോൾ 2 ദിവസം മുമ്പ്, ഞാൻ കൂടുതൽ പറയുന്നില്ല, പെട്ടെന്ന് വെറുതെ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ട ഒരു വലിയ കാഴ്ചയുണ്ട്. ആദിവാസി പെൺകുട്ടികൾ 127 പേരെയാണ്, 127 ആദിവാസി പെൺകുട്ടികളെ 3 മുറികളിൽ താമസിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അവർക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റ്, ശുചിമുറി എന്ന് പറയുന്ന ഒരെണ്ണമാണ് ഈ 127 പേർക്ക്. ഒന്ന് ആലോചിച്ചോളൂ, ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം നമുക്ക് കാണാൻ കിട്ടുമല്ലോ. അത് ആ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നോക്കാൻ ഇവിടെ സമയമില്ല, ആർക്കും സമയമില്ല. അതാണ് പ്രശ്നം. ഈ പാവങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കാൻ ആർക്കും സമയമില്ല. ഇവിടെ ശതകോടീശ്വരന്മാർ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവങ്ങൾ പടുകുടിയിലേക്ക് വീണ്ടും വീണ്ടും പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത്. ഒന്നും വേണ്ട, 2014 ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ 2 പേരുടെ ആസ്തി ഒന്ന് നോക്കിയാൽ $10 ബില്യൺ താഴെയായിരുന്നു 2 പേർക്ക്. അതാരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദന്റെ ഇടക്ക സംഗീതത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. മുൻ MLA പ്രൊഫസർ KU അരുണൻ അധ്യക്ഷനായി. കാരുണ്യ മാൻ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്ത പത്മശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിലിന് പുരസ്കാരം നൽകി ആദരിച്ചു. സിനിമാ താരം വിനു മോഹൻ മുഖ്യാതിഥിയായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സുഹൃത്തുക്കളുടെ ഒരു ടീം തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത് 2006 ഏകദേശം 20 വർഷത്തോളം ആവുന്നു. അപ്പോൾ ആ ഒരു സംഘടന, ആ ഒരു സൊസൈറ്റിയെ കൊണ്ടുപോകുമ്പോൾ നമുക്കതിനുള്ള, കാരണം സൊസൈറ്റികൾ തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും കഷ്ടപ്പാടാണ്. ഇതിൽ പ്രവർത്തിച്ച, ഇതിൻ്റെ സ്ഥാനത്ത് വരുന്ന, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെയും വിയർപ്പാണ് ഓരോ സൊസൈറ്റിയുടെയും വളർച്ച. സിനിമ എഡിറ്റർ സിയാൻ ശ്രീകാന്ത്, ഉണ്ണിമായ സൂരജ് എന്നിവർ വിശിഷ്ടാതിഥികളായി. സൊസൈറ്റി ഭാരവാഹികളായ സജിത പാണ്ടാരിക്കൽ, EP സൈമൺ, EVN പ്രേമദാസ്, ഉണ്ണികൃഷ്ണൻ കൊല്ലാടിക്കൽ, സലീഷ് പാണപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ മഹാറാലിയിൽ 100 കണക്കിന് പേർ അണിനിരന്നു. പഴുവിൽ സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ചേർപ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവിന് പതാക കൈമാറി മഹാറാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈകിട്ട് കൊച്ചിൻ ഇമ കമ്മ്യൂണിക്കേഷന്റെ മെഗാ ഷോയും നടന്നു.
കടപ്പുറം മുനക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. തളിക്കുളം ഇഷ്താക്കരി വീട്ടിൽ ശിവനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പുരോഗമന കലാസാഹിത്യം വലപ്പാട് യൂണിറ്റ് കൺവെൻഷനും കാട്ടുകടന്നൽ എന്ന നോവലിനെ ആസ്പദിച്ചുള്ള സംവാദവും നടന്നു. വലപ്പാട് കുഞ്ഞുണിമാഷ സ്മാരക മന്ദിരത്തിൽ വെച്ച് പുരോഗമന കലാസാഹിത്യ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം രമ ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. ബിൻസി ടീച്ചർ, തുളസി ടീച്ചർ, അരവിന്ദൻ പണിക്കശ്ശേരി, പ്രൊവിൻഡ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രമേയം PK മുഹമ്മദ് അവതരിപ്പിച്ചു. നർത്തകി പാർവതി ശശികുമാറിന്റെ സെമി ക്ലാസിക്കൽ നൃത്തവും ശ്രുതി പൊയ്യാറ, ബ്രീസ് വാടാനപ്പള്ളി, അനിത, രാധിക തുടങ്ങിയവർ നാടൻപാട്ടും അവതരിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം വലപ്പാട് യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് ശോഭകുമാർ പ്രസിഡന്റ്, PK മുഹമ്മദ് സെക്രട്ടറി, സുധി പൊക്കാഞ്ചേരി ട്രഷറർ, അനിത രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ്, TV രാജേഷ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. കായിക പരിശീലനത്തിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. തളിക്കുളം സെന്ററിന് കിഴക്ക് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെ മകൾ ആദിത്യയാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. പോലീസ് സെലക്ഷന് വേണ്ടിയുള്ള കായിക ക്ഷമതാ പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിനായി കൂട്ടുകാരികളോടൊപ്പം തളിക്കുളം GVHS സ്കൂൾ ഗ്രൗണ്ടിലെത്തിയതായിരുന്നു ആദിത്യ. ഓട്ടം പരിശീലിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഗ്രൗണ്ടിലുണ്ടായിരുന്നവർ ചേർന്ന ആംബുലൻസിൽ വലപ്പാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അമ്മ കവിത, സഹോദരി അപർണ. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ജപമാല റാലി നടത്തി. സീനിയർ CLC സംഘടനാംഗങ്ങൾ കൈകളിലേന്തിയ 25 അടിയോളം നീളം വരുന്ന ദീപാലങ്കാരത്തോടുകൂടിയ ജപമാലയ്ക്ക് പിന്നിലായി ഭക്തജനങ്ങൾ അണിചേർന്നു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ മാത്യു ഇരിമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, ജോസ് ബെൻസൺ എന്നിവർ നേതൃത്വം നൽകി. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ള തമ്പുരാൻ പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കായിട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. SNS സമാജം എടമട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. പുലർച്ചെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വിശേഷാൽ അഭിഷേകങ്ങൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെ മകൻ ബിജു നാരായണൻ തന്ത്രിയുടെ ഭക്തി പ്രഭാഷണവും നടന്നു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ഖജാൻജി രഞ്ജൻ എരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, പ്രദീപ് തോട്ടുപുര, സുമേഷ് എരണേഴത്ത്, മറ്റു ഭരണസമിതി അംഗങ്ങൾ, വനിതാ കമ്മിറ്റി എന്നിവർ സ്കന്ദഷഷ്ഠിക്ക് നേതൃത്വം നൽകി. സ്കന്ദഷഷ്ഠി ദിനത്തിൽ SNS സമാജം 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളായി സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്,
ഖജാൻജി സുമോദ് എരണേഴത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജൻ എരുമത്തുരുത്തി, ജിതേഷ് കാരയിൽ, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, മറ്റു ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. സമാജത്തിന്റെയും ക്ഷേത്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ആദ്യന്തം ഭക്തി ശ്രദ്ധാപുരസരം പരിശ്രമിക്കുമെന്ന് സ്വാമിനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ മംഗളപൂജ, അഭിഷേകങ്ങൾ, മംഗളാരതി എന്നിവ നടന്നു. ചാഴൂർ ശ്രീ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തേര്, മേളവാദ്യ, ചിന്തുപാട്ട് എന്നിവ കാവടിയോടെ കാട്ടുങ്ങൽ ക്ഷേത്രത്തിലേക്ക് എത്തി. മേളത്തിന് ചന്ദ്രാപിന്നി കുട്ടൻ നേതൃത്വം നൽകി. മേലൂർ ഓം ശങ്കര കാവടി ചിന്ത് ടീമിന്റെ ചിന്തുപാട്ട്, കൂർക്കഞ്ചേരി ജവാൻസ് ടീമിന്റെ കാവടി എന്നിവയുണ്ടായി. തുടർന്ന് അന്നദാനം നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രൻ, ഗംഗാധരൻ, രഞ്ജൻ, പ്രിയ സുമേഷ്, കൺവീനർ ലൗലേഷ്, അജയൻ, ബേബി അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ചൈതന്യ അംഗനവാടിയിലെ വർക്കറും ഹെൽപ്പറും ALMC അംഗങ്ങളും ചേർന്ന് വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതി മുന്നോട്ട് വെച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വാർഡ് മെമ്പർ ആൻഡോ തൊറയനെ അംഗനവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ആവണങ്ങാടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി വർക്കർ അഞ്ജു KB അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ഹെൽപ്പർ ഗീത, മുൻ അംഗൻവാടി ടീച്ചർ ഉഷ NS എന്നിവർ സംസാരിച്ചു. ALMC അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത്, രേണുക റിജു, ഹിമ രഞ്ജിതൻ, അജിത മോഹൻ, ഷീജ കുരുവേലി, റിജു കണക്കന്തറ, വർഷ, സുനിത എന്നിവർ നേതൃത്വം നൽകി. 5-ാം വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഓരോ മുക്കുമൂലയിലും എത്തി
അത് മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം നല്ല രീതിയിൽ എല്ലാവരുടെ ക്ഷേമങ്ങളും അന്വേഷിച്ചുകൊണ്ടും എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടും മുന്നോട്ട് പോയിരുന്നൊരു വാർഡ് മെമ്പറാണ് നമ്മുടെ ആൻഡ്രോത്തുറ. ഒരുപക്ഷെ ഇങ്ങനൊരു യാത്രയയപ്പ് എൻ്റെ ഈ കാലഘട്ടത്തിൽ, ഞാൻ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ, ഞാൻ ഒരു വാർഡ് മെമ്പർ സ്ഥാനം ഒഴിയുമ്പോൾ ഒരു യാത്രയയപ്പ് നൽകുന്നത് ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ വാർഡിൽ. ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തോന്നുന്നു, അല്ലേ? അപ്പോൾ അതിനൊരു കാരണം സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ പ്രവർത്തനങ്ങൾ ഇറങ്ങി വന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ യാത്രയയപ്പ്. ഇത് ആൻഡ്രോത്തുറയെ സംബന്ധിച്ചിടത്തോളം ആൻഡ്രോത്തുറയിൽ എല്ലാ മേഖലകളിലും, അതുപോലെ സേവന പ്രവർത്തനങ്ങളാണെങ്കിലും കായിക മേഖലകൾ, കാർഷിക രംഗങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും ഈ 5-ാം വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എത്തിച്ചേർന്ന് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യേണ്ട ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നടത്താനോ ഒക്കെ ഉള്ളൊരു ശ്രമം 5 വർഷത്തിനുള്ളിൽ കഠിനമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വടനപ്പള്ളി 7-ാം വാർഡിലെ മണപ്പാട്ട പ്രാദേശിക കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബീർ അലി, ഷൈജ ഉദയകുമാർ, ശ്രീകല ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. 1.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 20-ലധികം കുടുംബങ്ങൾക്ക് സൗജന്യമായി വെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി. നാലേകാൽ കോടിയിലേറെ രൂപ ചിലവിൽ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച വെളുത്തൂർ വിളക്കുമാടം BMBC റോഡിന്റെയും 101 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കുമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് റോഡ് ഇത്തരം ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നത്. ബജറ്റിൽ വകകൊള്ളിച്ച തുകയും മുഖ്യമന്ത്രിയുടെയും MLAയുടെയും തനതു ഫണ്ടും ഉപയോഗിച്ചാണ് 2.5 കിലോമീറ്ററിലധികം നീളത്തിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ റോഡ് നിർമ്മിച്ചത്. മുൻ MLA NI ദേവസിക്കുട്ടിയുടെ പേരിൽ ആധുനിക രീതിയിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രതിനിധികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശോഭ ഷാജി, K രാഗേഷ്, ഷിമി ഗോപി എന്നിവരും പങ്കെടുത്തു. നാടിന് അഭിമാനമായ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് തൃപ്പയാർ TSGA സ്റ്റേഡിയത്തിൽ 100ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ച കെൻഷോ കപ്പ് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് വേദിയായി. 56 കിലോ വിഭാഗം സ്വർണം മെഡൽ നേടിയ വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ആൻലിയ, 32 കിലോ വിഭാഗം മത്സരിച്ച് തൃശൂർ ജില്ലയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ച സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏങ്ങണ്ടിയൂർ വിദ്യാർത്ഥിനി ആർദ്ര PM, ആൺകുട്ടികളുടെ 54 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദേവജിത്ത്, 70 കിലോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ തളിക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അബ്ദുൾ മുത്തലീബ്, തായ്ക്കൊണ്ടോ മത്സരത്തിൽ 63 കിലോ വിഭാഗത്തിൽ വെങ്കലം കരസ്ഥമാക്കിയ നാട്ടിക ഫിഷറീസ് സ്കൂൾ വിദ്യാർത്ഥിനി അദ്വിക എന്നിവരെ കെൻഷോ കരാട്ടെ അസോസിയേഷൻ ചീഫ് ഇൻസ്ട്രക്ടർ നജിമുദ്ദീന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വിദ്യാർത്ഥികളാണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരാർത്ഥികളാണ് നമ്മളുടെ പ്ലെയേഴ്സ്. തൃശ്ശൂർ ജില്ലയ്ക്ക് 3ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് 3ാം സ്ഥാനം ലഭിക്കാൻ കാരണമായിട്ടുള്ള പ്ലെയേഴ്സും ഒന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതും കെൻഷോ കരാട്ടെ അസോസിയേഷൻ്റെ മക്കളാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അസോസിയേഷൻ്റെ കുട്ടികളുമുണ്ട്. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും, ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു പോസ്റ്റർ കെൻഷോയിലെ വിദ്യാർത്ഥിനിയാണ് ആൻലിയയുടെ ഫൈറ്റ്. ഞാൻ മുഴുവൻ ഫൈറ്റ് ഞാൻ ആൻലിയയെ ശ്രദ്ധിച്ചിരുന്നു. ഒരു നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡിലാണ് ആൻലിയ ഫൈറ്റ് ചെയ്തിരുന്നത്. BDS പഠനത്തിൽ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന വിഭാഗത്തിൽ നാഷണൽ
ടോപ്പറായ വലപ്പാട് സ്വദേശിനി അമലിൻ ഗ്രേസ് ആന്റണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് പഞ്ചായത്ത് 4-ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാഷിന്റെ നേതൃത്വത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷൗക്കത്ത് അലി PK ഷാൾ അണിയിച്ച് ആദരിച്ചു. PS സന്തോഷ് മെമന്റോയും ജോർജ് വടക്കൂട്ട് മധുരവും നൽകി. തോമസ് EP വാർഡ് പ്രസിഡന്റ് നെൽസൺ എലുവത്തിങ്കൽ, നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാന്തോലി പറമ്പിൽ, സുനിൽ ദത്ത് തണ്ടാശ്ശേരി, ഷബോൺ താടിക്കാരൻ, ഇബ്രാഹിം PU എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ അതിയുന്തൻ ആന്റണിയുടെയും ജിസ്സ ആന്റണിയുടെയും മകളാണ് അമലിൻ ഗ്രേസ് ആന്റണി. ഗ്രേസ് ആന്റണി മറ്റൊരു കാര്യം കൂടി, ഞാനിവിടെ വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വരുന്ന ഒരു കൗതുകത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടിലുപരിയായിട്ട് അമലിൻ വലിയ ഒരു ആങ്കറാണ്. അപ്പോൾ എല്ലാ കലകളിലും എല്ലാ മേഖലയിലും വളരെ സധൈര്യം, അത് ആങ്കറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എല്ലാത്തിനെയും വളരെ ബോൾഡായിട്ടൊരു സമൂഹത്തിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ BDS എന്ന് പറയുന്നത് നമുക്കറിയാം പലർക്കും ജനകീയമായിട്ടുണ്ട്. അത് പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ പട്ടത്തേക്കാളും കൂടുതലായിട്ടുള്ള കുട്ടികൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നു. ദേശീയ തലത്തിൽ തിളങ്ങിയ വലപ്പാട് സ്വദേശിനി ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണിക്ക് തൃപ്തിയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാദരം നൽകി. BDS പഠനത്തിൽ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് എൻഡോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന വിഭാഗത്തിൽ നാഷണൽ ടോപ്പർ പൊസിഷൻ എന്ന അംഗീകാരമാണ് ഡോക്ടർ അമലിൻ ഗ്രേസ് നേടിയത്. ഒക്ടോബർ 16 ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഫറൻസിൽ ഡോക്ടർ അമലിൻ ഗ്രേസ് അംഗീകാരം ഏറ്റുവാങ്ങി. ഇന്ത്യയിൽ നിന്ന് ആകെ 12 പേരും കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഈ അംഗീകാരത്തിന് അർഹരായി ഉണ്ടായിരുന്നത്. വലപ്പാട് സ്വദേശികളായ AA ആന്റണിയുടെയും ജിസ്സ ആന്റണിയുടെയും മകളാണ്. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട, ജനറൽ സെക്രട്ടറി MA സലീം, ട്രഷറർ TB ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ KC, ഷൺമുഖരാജ് മാസ്റ്റർ, ട്രസ്റ്റ് അംഗങ്ങളായ പ്രേംലാൽ PR, നസീർ PM തുടങ്ങിയവർ അമലിന്റെ വസതിയിലെത്തി ആദരവ് നൽകി. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ എങ്ങനെ സൗന്ദര്യവൽക്കരിക്കണം, ആ ഒരു ചിന്താഗതിയിൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒരുമിക്കുമ്പോൾ തന്നെ ഇതൊരു സൗന്ദര്യ സംക്രമത്തിൻ്റെ ഒരു രൂപമാണ് അല്ലേ. ദന്തൽ ഒരു മുഖസൗന്ദര്യത്തിൻ്റെ ഒരു ക്രമീകരണത്തിൻ്റെ ഒരു മുഖമാണ്. അപ്പോൾ അതിൽ ഒരു ഡോക്ടറേറ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഏക വ്യക്തി അത് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു മകൾ കൂടിയായിട്ടുള്ള അമലിന് കിട്ടി എന്നറിയുമ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യവും വളരെ സന്തോഷവും. കഴിമ്പ്രം പനച്ചിച്ചുവട് പൊതുജന സമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് നടന്നു. കഴിമ്പ്രം പുറക്കുളം സിദ്ദീഖിന്റെ വസതിയിൽ നടത്തിയ വീട്ടുമുറ്റ സദസ്സ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം VV ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രേംപ്രസാദ് വിഷയാവതരണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് സ്മിത VK അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി രാജീവ് MN, PR താരാനാഥൻ മാസ്റ്റർ, സിദ്ദീഖ്, ശൈലജ, ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ഈ വീട്ടുമുറ്റ സദസ്സിൽ നമ്മൾ ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക്, ഞാൻ അതിൻ്റെ ഒരു സ്ഥൂല രൂപത്തിൽ പറയുകയാണെങ്കിൽ, സൂക്ഷ്മമായിട്ട് അത് വിഷയ അവതാരകൻ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. അതിന്റെ സ്ഥൂല അംശത്തിൽ പറയുകയാണെങ്കിൽ, പഴയ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു, ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വ്യത്യാസങ്ങൾ പഴയതിൽ നിന്ന് നന്മയോടുകൂടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയമാണ് ഈ പറഞ്ഞ എല്ലാ ലൈബ്രറികളിലും 8000-ഓളം വരുന്ന നമ്മുടെ ലൈബ്രറികളിൽ എല്ലാത്തിലും ഈ സമയത്ത് അവതരിപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ കുടുംബ സംഗമം നടന്നു. വലപ്പാട് മംഗലത്ത് MV മോഹനന്റെ വസതിയിൽ നടന്ന കുടുംബ സംഗമം KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, ED ആശാലത, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MV മോഹനൻ, NK അശോകൻ, MV രാധാകൃഷ്ണൻ, മേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്വിസ് മത്സരവും ലക്കിടിപ്പ് മത്സരവും നടന്നു. നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാർക്ക് 50 പേർക്ക് ഒരേ സമയത്ത്
അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യത്തോടു കൂടി നമ്മുടെ പെൻഷൻ ഭവൻ ഉയർന്നിരിക്കുക. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അതിന്റെ തൊട്ടടുത്ത് പെൻഷൻ ഭവൻ ഇപ്പോഴത്തെ പഞ്ചായത്ത് നിയമം അനുസരിച്ച് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. BDS പഠനത്തിൽ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക്സ് നാഷണൽ ടോപ്പർ പൊസിഷൻ എന്ന അംഗീകാരം കരസ്ഥമാക്കിയ അമലിൻ ഗ്രേസ് ആന്റണിയെ ഡിവൈഎഫ്ഐ വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നാട്ടിക ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അമൽ ടി പ്രേമൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ നിർമ്മൽ തോമസ്, സുവീഷ് എന്നിവർ പങ്കെടുത്തു. ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇത്തരത്തിൽ എല്ലാ അവസരങ്ങളിലും തൃപ്പയ സെയിന്റ് ജൂഡ് ദേവാലയത്തിലെ തിരുനാളിന് പ്രദക്ഷിണത്തിനോടെ സമാപനമായി. വൈകിട്ട് 4 മണിയോടെ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ റെന്നി മുണ്ടൻകുര്യൻ മുഖ്യ കാർമ്മികനായി. തിരുനാളിനോടനുബന്ധിച്ച് ചാരിറ്റിയുടെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്കുള്ള തുക കൈമാറി. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി സഹകാർമ്മികനായി. MA സംസ്കൃത സാഹിത്യത്തിൽ 1ാം റാങ്ക് നേടിയ ആൻലി റോബിൻസനെയും BDS ബിരുദം നേടിയ ജൂഡി എലിസബത്തിനെയും ആദരിച്ചു. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിന് 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് കൈരളി ചാലക്കുടിയുടെ ബാൻഡ് വാദ്യം നടന്നു. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, കൈക്കാരന്മാരായ ഷൈജൻ, സോബി, തിരുനാൾ ജനറൽ കൺവീനർ ഡിക്സൺ, ജോയിന്റ് കൺവീനർ പോൾ ചാലക്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് റോബിൻ ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. ഷഷ്ഠി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കാവടിയാട്ടം തൃപ്പയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ ചെന്ന് 10 മണിയോടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ഷഷ്ഠി ദിവസം രാവിലെ 8-ന് ക്ഷേത്രത്തിൽ നിന്ന് പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിനായി പുറപ്പെട്ടു. പാണ്ടൻകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം 10 മണിക്ക് സമാജം ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ക്ഷേത്രം പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ കുന്നത്ത്, ട്രഷറർ EC പ്രദീപ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്തികട ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 251 പോയിന്റോടെ ഓവറോൾ കരസ്ഥമാക്കി. മണലൂർ 185 പോയിന്റ് നേടി. അന്തികാട് പഞ്ചായത്ത് 101 പോയിന്റ് നേടി. അന്തികാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ബ്ലോക്ക് മെമ്പർമാരായ CK കൃഷ്ണകുമാർ, K രാമചന്ദ്രൻ, TB മായ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, രജനി തിലകൻ, താന്യം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ എന്നിവർ പങ്കെടുത്തു. ഗുണകരമാക്കുന്നതിന് ആവശ്യമായ നടപടികൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഈ സർക്കാർ ഒരു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശശിയുടെ പറഞ്ഞത്. ഇനി വരും തോറും വലിയ വലിയ പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോയി
മാതൃകപരമായ ബോധം നടത്താൻ നമുക്ക് സഹായകമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അതിനെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഇപ്പം സമ്മാനം മേടിക്കാൻ എത്തിച്ചു, ഞാൻ ചോദിച്ചു സമ്മാനം കൊടുക്കാൻ നിൽക്കണം. അപ്പം എന്നോട് നജീബ് പറഞ്ഞത് കൊടുത്തിട്ട് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തന്നെ ചെറിയ ഒരു അന്തരീക്ഷമുള്ളത് കൊണ്ട് കൊടുത്ത് സന്തോഷിച്ച് പോകണം. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം വർത്തമാനം പറയുന്നത് തോന്നിയതുകൊണ്ടാണ് ഞാനിത് സംസാരം നടത്തിയത്. തൃപ്പയ ലയൺസ് ക്ലബ്ബിൽ ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സാന്ത്വനം പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികൾക്ക് എയർ ബെഡുകൾ വിതരണം ചെയ്തു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഏകലവ്യന്റെ അധ്യക്ഷതയിൽ നടന്ന സേവന ചടങ്ങുകൾ KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. സുഷമ നന്ദകുമാർ, ലയൺ റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ, സോൺ ചെയർപേഴ്സൺ NM സുരേഷ്, സോണൽ ലേഡി രൂപലേഖ രഘു, പ്രതാപൻ കളത്തിൽ, KK ശങ്കരനാരായണൻ, തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ജിസ ആന്റണി എന്നിവർ സംസാരിച്ചു. വേദിയിൽ സേവന പ്രവർത്തകരായ മുൻ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റുമാരെയും ലയൺസ് ലീഡേഴ്സിനെയും ആദരിച്ചു. തൃപ്പയാർ ലയൺസ് സേവന പദ്ധതി പ്രോഗ്രാം കോർഡിനേഷൻ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ദേവി ചന്ദന ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. ലയൺസ് സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ച് തൃപ്പയാർ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ക്ലബ്ബായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിവിടെ ഒരു സെക്കൻഡ് VDG ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ലയൺ VP നന്ദകുമാർ എന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടറോടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സപ്പോർട്ടും അനുഗ്രഹവും ഉപദേശവും എല്ലാമാണ് ഒരു സെക്കൻഡ് VDG ആയിട്ട് ഇന്നിവിടെ വന്നു നിൽക്കാനുള്ള ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ചേറ്റുവ കടപ്പുറം മുനക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കരക്കടിഞ്ഞു. ഇഷ്താക്കരി വീട്ടിൽ ശിവന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെ അഴിമുഖം ഭാഗത്ത് തീരത്തു നിന്നും കണ്ടെത്തിയത്. 58 വയസ്സായിരുന്നു. ഞായറാഴ്ചയാണ് മത്സ്യബന്ധനത്തിനിടെ ശക്തമായ തിരയിൽ ശിവൻ വഞ്ചിയിൽ നിന്നും കടലിലേക്ക് വീണത്. തുടർന്ന് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. തളിക്കുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പൻ വഞ്ചിയിലെ തൊഴിലാളിയായിരുന്നു ശിവൻ. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തുലാമാസത്തെ സ്കന്ദഷഷ്ടി ആചരിച്ചു. രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങൾ, ഭജന, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. ബ്രദേഴ്സ് അന്തിക്കാടിന്റെ ഉടുക്കുകോട്ടുപാട്ട് അരങ്ങേറി. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാന ചടങ്ങുണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, അനിൽ മാക്കോത്ത്, സതീശൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, സുമേഷ് കാരമാക്കൽ, ബാലൻ വള്ളുക്കാട്ടിൽ, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.
വാടനപ്പള്ളിയിൽ വിവിധയിടങ്ങളിൽ ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയെ വിവിധ ഹൈമാസ് മിനിമാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത ഗണേശൻ, സുലേഖ ജമാലു, AS സബിത്ത്, മെമ്പർമാരായ MS സുജിത്ത്, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. നടുവിൽക്കര പഞ്ചായത്ത് ഗ്രൗണ്ട്, പൗർണമി ക്ലബ്ബ് പരിസരം, പട്ടിലങ്ങാടി സെന്റർ എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. നമ്മുടെ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള തിരുവൂരിലും അതുപോലുള്ള ബസ് സ്റ്റാൻഡ് തുടങ്ങിയിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ വ്യാപകമായി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളം ആകമാനം തന്നെ കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രകാശപൂർണ്ണമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രാമീണ മേഖലകളിലും പ്രകാശം പരത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി തന്നെ MLA ഫണ്ടിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മണ്ഡലം തല യോഗം ചേരുന്നുണ്ട്. ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ യുവാക്കളുടെ ഇന്നത്തെ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാരമുക സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ജപമാല മഹോത്സവം ആഘോഷിച്ചു. 12 കുടുംബ യൂണിറ്റുകളിൽ നിന്നും വന്ന ജപമാല റാലി പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് വേദപാഠം വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ നാനോ ഗ്രോട്ടോകൾ ഏറെ കൗതുകമുണർത്തി. പ്രാർത്ഥനകൾക്ക് വികാരി റവറൻ ഫാദർ ടോണി റോസ് വാഴപ്പിള്ളി, കൈക്കാരന്മാർ, കേന്ദ്ര സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മതിലകം OLF GHS സ്കൂളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, ICDS സൂപ്പർവൈസർ സിനി, പഞ്ചായത്ത് അംഗങ്ങൾ, അങ്കണവാടി വർക്കർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ അന്തിക്കാട് വള്ളൂർ ശാഖയുടെ വാർഷികാഘോഷവും പൊതുയോഗവും പുത്തൻപീടിക സെന്റിനറി ഹാളിൽ ചേർന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി AS വാസു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശാഖാ ഖജാൻജി അനിത ശശി കണക്ക് അവതരിപ്പിച്ചു. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി രമേഷ് കുമാർ, സ്റ്റേറ്റ് സെക്രട്ടറി രവി എമ്മാടം, സ്റ്റേറ്റ് ഖജാൻജി ശ്രീധരൻ ഒളരി, സ്റ്റേറ്റ് അംഗം ചക്കപ്പക്കുട്ടി, താലൂക്ക് പ്രസിഡന്റ് PK ബിജു, താലൂക്ക് സെക്രട്ടറി MK രാജേന്ദ്രൻ, താലൂക്ക് ഖജാൻജി സുമിത, സ്റ്റേറ്റ് കൗൺസിലർ ഗോപി ചോണാട്ട് എന്നിവർ സംസാരിച്ചു. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പക്ഷെ നമ്മുടെ സമുദായത്തിൻ്റെ വളരെ കാലം മുമ്പ് തന്നെ ഞാൻ അംഗമല്ലെങ്കിലും കുടുംബ ബന്ധങ്ങളുള്ള മേഖലയാണ്. അങ്ങനെ അതിൻ്റേതായ ഒരു സ്വാധീനമൊന്നും നമ്മുടെ മേഖലയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വേണ്ട എന്ന് എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെ നമ്മുടെ സമുദായപരമായ രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സൂചനകൾ പലപ്പോഴും വന്നിട്ടുള്ള സാഹചര്യം കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൊതുരംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. അതിപ്പോൾ വാർഡ് മെമ്പറായാലും. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പപ്പൻ അന്തിക്കാട് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു.
ഒരു തവണ എൻ്റെ മകളാണ് ഇവിടെ ഇത്തരമൊരു ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ആ ചടങ്ങിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. മാത്രം സജീവേട്ടനായിട്ട് വളരെ കാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ അദ്ദേഹം ഒരു അവിശ്വാസിയായി രേഖപ്പെടുത്തുമെങ്കിലും ഞങ്ങൾക്ക് സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും ഞങ്ങളെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹായിക്കുന്ന ഒരാളാണെന്ന് മാത്രമല്ല ആ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ചില കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ആരും അറിയരുത് എന്ന് പറഞ്ഞ് തരുന്നതാണ്. അതിപ്പോൾ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. കാരണം സജീവേട്ടൻ്റെ അത്തരം സ്നേഹവും ലാളനകളും ഒക്കെ അനവധി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് രമേശേട്ടൻ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ചില പരിപാടികൾ സംഘടിപ്പിക്കുക. ഇന്നലെ നടന്ന ശാസ്താംപാട്ട് മഹോത്സവത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. AV ശ്രീവത്സൻ, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. ചാഴൂർ സ്വദേശി രാമചന്ദ്രൻ കണയത്ത്, ജിനേഷ് കല്ലാറ്റ്, അന്തിക്കാട് സ്വദേശി വാസുദേവൻ വടക്കുംതുള്ളി, വിജീഷ് പുതിയ വീട്ടിൽ എന്നിവരാണ് ഒക്ടോബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. താന്യം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ പ്രതിഭ അംഗനവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപയും MGNREGSന്റെ 8 ലക്ഷം രൂപയും ICDS ഡിപ്പാർട്ട്മെന്റിന്റെ 2 ലക്ഷം രൂപയും മൊത്തം 17 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗനവാടിക്ക് സ്ഥലം സംഭാവന ചെയ്ത അബ്ദുൾ റഷീദ്, കോൺട്രാക്ടർ നാരായണൻ എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർമാരായ CL ജോയ്, ആൻഡോ തൊറയൻ, മിനി ജോസ്, സതി ജയചന്ദ്രൻ, മീന സുനിൽ എന്നിവർ സംസാരിച്ചു. ദീർഘമായി നമ്മുടെ CL ജോയി വളരെ തൊട്ടറിഞ്ഞ ഈ പ്രദേശത്തിന്റെ താമസക്കാരൻ കൂടിയായിട്ടുള്ള വാർഡ് മെമ്പർ ഇവിടെ വിശദീകരിച്ചു. അംഗനവാടിയുടെ ചരിത്രം മുതൽ 75 തുടങ്ങിയ ICDS പ്രൊജക്ട് നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിൽ ആരംഭിച്ചപ്പോൾ നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട 4 ഗ്രാമപഞ്ചായത്തുകളിലും അംഗനവാടികൾ തുടങ്ങാനിടയായ സാഹചര്യവും അന്നത്തെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഷെഡുകളിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടം. ഞാനൊക്കെ ജനപ്രതിനിധിയായി വരുമ്പോഴും നമ്മുടെ പഞ്ചായത്തിലെ 28 അംഗനവാടി കെട്ടിടങ്ങളിൽ അപൂർവം ചില അംഗനവാടികൾക്ക് മാത്രമാണ് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അംഗനവാടികൾ പഞ്ചായത്തുകൾക്ക് കൈമാറിയിട്ട് സ്ഥാപനങ്ങളായി മാറിയപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു ശ്രമം നടത്തിയെങ്കിലും അപൂർവം ചില അംഗനവാടികൾക്ക് മാത്രമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകര അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് 3 ബസ്സുകൾക്ക് കേടുപാട് പറ്റി. കായിക പരിശീലനത്തിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി കാരുണ്യോത്സവത്തിലെ സാംസ്കാരിക സന്ധ്യ മുൻ ഹൈക്കോടതി ജസ്റ്റിസ് B. കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.